ബ്രെയിൻ ഫോഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാം ഇടയ്ക്കിടെ കടന്നു പോകാറുള്ള അവസ്ഥയാണ് ബ്രെയിൻ ഫോഗിങ്. പക്ഷെ പേരൽപ്പം അപരിചിതമാണെന്ന് മാത്രം. ചിലപ്പോൾ ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറന്നു പോകുന്നതിനെയാണ് ബ്രെയിൻ ഫോഗിങ് എന്ന് പറയുന്നത്. താക്കോൽ എവിടെ വെച്ചു, വാച്ചൂരി എവിടെയോ മറന്നു വെച്ചു തുടങ്ങിയ ചില മറവികൾ എല്ലാവർക്കും ഉണ്ടാകും. ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. ബ്രെയിൻ ഫോഗിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമല്ല. എന്നാൽ സമ്മർദ്ദം, ഉറക്കക്കുറവ്, പോഷകക്കുറവ് എന്നിവയുള്ളവരിൽ ബ്രെയിൻ ഫോഗിംഗ് കൂടുതലായി കാണപ്പെടുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വല്ലപ്പോഴും ഉണ്ടാകുന്ന മറവിയെ ബ്രെയിൻ ഫോഗിംഗ് ആയി കണക്കാക്കാൻ കഴിയില്ല. പക്ഷെ നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും രോഗപ്രതിരോധ ശേഷിക്കും പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് ഓർമ്മക്കുറവ്, വിഷാദം, മറ്റു മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ബ്രെയിൻ ഫോഗിംഗ് തടയാൻ ഒരു പരിധിവരെ വിറ്റാമിൻ ഡിയുടെ സാന്നിധ്യത്തിലൂടെ സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ഓർമ്മശക്തി, ശ്രദ്ധ തുടങ്ങിയവയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഒമേഗ-3 ഫാറ്റി ആസിഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ബ്രെയിൻ ഫോഗിങ്ങിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാൻ സഹായിക്കുന്നു. നാഡികളുടെ പ്രവർത്തനവും ഊർജോൽപാദനവും കൃത്യമായി നടക്കാൻ സഹായിക്കുന്ന ധാതുവാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം കുറയുന്നത് ശ്രദ്ധക്കുറവിനും ക്ഷീണത്തിനും കാരണമാകുന്നു. ഭക്ഷണത്തിൽ മഗ്നീഷ്യം ഉൾപ്പെടുത്തുന്നത് തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നു. ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന ഒരു അമിനോ ആസിഡാണ് എൽ-തിയോനൈൻ. എൽ-തിയോനൈനിന്റെ കുറവ് ജാഗ്രതക്കുറവ്, ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇവയെല്ലാം തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും മറവി, ബ്രെയിൻ ഫോഗിംഗ് തുടങ്ങിയ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുത്. വളരെ തുടക്കത്തിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കാമെങ്കിലും ഡോക്ടറുടെ അഭിപ്രായവും ആവശ്യമെങ്കിൽ ചികിത്സയും ഉറപ്പാക്കുക.